ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഒക്കെ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഫെബ്രുവരി മാസം 29-ാം തീയതിയാണ്. ഈ വർഷം അധികമുള്ള ഒരു ദിവസമാണെന്ന്. അപ്പം ഇന്നത്തെ ദിവസം ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പം മാർച്ച് മാസം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്, അതായത് സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളത് മാർച്ച് മാസം പിന്നെ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തിയേറ്റർ റിലീസും കംപ്ലീറ്റ് ലിസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കണ്ടു നോക്കാം. മാർച്ച് മാസം ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട റിലീസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ആനിമേഷൻ ആക്ഷൻ സയൻസ് ഫിക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പോ പട്രോൾ ദ മൈറ്റി മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, ഐറ്റ്യൂൺസ്, യൂട്യൂബ്, ഗൂഗിൾ പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു സ്പാനിഷ് സീരീസാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. റെഡ് ക്യൂ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തായ് മൂവിയാണ്. മാൻ സുവാങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തായ് ഭാഷയിൽ മാത്രമേ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. അംബാജിപ്പേട്ട മാരേജ് ബാൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു തമിഴ് സിനിമയാണ്. തമിഴ് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചന്ദന, അശോക് സെൽവ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ബ്ലൂ സ്റ്റാർ എന്നാണ് സിനിമ. ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ സിംപ്ലി സൗത്തിൽ ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. സൺഫ്ലവർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിന്റെ 2ാമത്തെ സീസണാണ്. C5 വഴി ഈ ഒരു സീരീസ് പിന്നെ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഒരു കോമഡി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. അടുത്തത് ഒരു അഡ്വഞ്ചർ ഡ്രാമ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്പേസ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുമെന്ന് അറിയുന്നത്. മറ്റു ഭാഷയിൽ വരുമോ എന്നുള്ളത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്രിസില്ല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മുബി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 ശേഷമാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു കൊറിയൻ മൂവിയാണ്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. മൈ നെയിം ഈസ് ലോ ക്യുവാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ കൊറിയൻ ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 ശേഷമാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. മാംല ലീഗൽ ഹേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 ശേഷം ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. നമ്മുടെ രവി തേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഈഗിൾ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം തെലുങ്ക് ഭാഷയിൽ ETV വിൻ അതുപോലെ തന്നെ ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതായിട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഏതെങ്കിലും സിനിമകൾ സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ ഇത് മലയാള സിനിമയോ തമിഴ് സിനിമയോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ മാർച്ച് മാസത്തെ കംപ്ലീറ്റ് റിലീസിങ് വീഡിയോയുടെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസത്തെ കാണാത്തൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.